കൊന്നിച്ചോ മിനസാൻ മിസ് മൈറ്റ് മഹയത്തിന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 3 കിടിലൻ ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷേ വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ചധികം ആ ഒരു ഡൗട്ട്സ് അങ്ങോട്ട് ക്ലിയർ ചെയ്യാനായിട്ട് പോകുകയാണ്. അതേ കേസ് ഇതിൻ്റെ അകത്ത് നായകനായുള്ള ചിയോൺമ അല്ലെങ്കിൽ ജിയോങ് ഇത് രണ്ടും ഒരാൾ തന്നെയാണ്. അത് മാത്രമല്ല ഇവൻ കണ്ടുപിടിക്കുന്ന കൾട്ടാണ് നമ്മുടെ ഡിമോണിക് കൾട്ട്. ഈ കൾട്ടിൽ നിന്നുള്ള ഒരു മെമ്പറാണ് 800 വർഷങ്ങൾക്ക് ശേഷമുള്ള നമ്മുടെ ഇയോൺ ചിയോണൊക്കെ. സോ ചുരുക്കം പറഞ്ഞാൽ ഈ ഡിമോണിക് കളിയിലേക്ക് ഇവൻ എങ്ങനെ എത്തി, ഈ ഫസ്റ്റ് ഹെവൻലി ഡീമനായിട്ട് ഇവൻ എങ്ങനെ മാറി, അതൊക്കെയാണ് ഈ ഒരു സീരീസിനകത്ത് മെയിൻലി ചർച്ച ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് പലർക്കും ഒരു സ്ലോ സ്റ്റാർട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും. അത് നാനോമിഷിൻ്റെ ആ ഒരു എൻഡിങ്ങിൽ നിന്ന് നേരെ കയറി ഇവിടേക്ക് വന്നുകൊണ്ടാണ്. നിങ്ങൾ നാനോമിഷിൻ്റെ സ്റ്റാർട്ടിങ്ങും ഇതിൻ്റെ സ്റ്റാർട്ടിങ് കൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് നന്നായിട്ട് തന്നെ മനസ്സിലാകും. നിങ്ങൾ എന്തായാലും ഒന്ന് കുറച്ച് ടൈം കൊടുക്കുക. ഈ സീരീസ് പതുക്കെ പതുക്കെ അങ്ങോട്ട് പീക്കിലേക്കാണ് കയറാനായിട്ട് പോകുന്നത്. അത് ഞാൻ വാക്ക് തരുവാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു സീസൺ മാത്രമേ നിലവിൽ ഇറങ്ങിയിട്ടുള്ളൂ. ഏകദേശം 110ഓളം ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു മാസം കൊണ്ട് നമുക്ക് ഈ സീരീസ് കംപ്ലീറ്റ് ചെയ്തു തീർക്കാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് അവനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് യഥാർത്ഥ മോക്ക് ജീവൻ വീണു പിന്നെ ആ ഗാഡ് ജാമും കൂടെ രണ്ടുപേരും എന്നെ ബലി കൊടുക്കാനാണ് നിന്നിരുന്നത്. അതുമല്ല ഇവിടുത്തെ ആദ്യത്തെ പുത്രനല്ല ഇയോൻഹോയിനെ കൊണ്ട് തമ്മി തല്ലിച്ചുകൊണ്ട് അവൻ എന്തായാലും ആ ഒരു പൊസിഷൻ കയ്യേറാനാണല്ലേ? അതെ. സത്യം പറഞ്ഞാൽ ഇതൊരു നല്ലൊരു പ്ലാൻ തന്നെയാണ്. ആദ്യ പുത്രനല്ല മോക്ക് ഇയോൺഹോ. അവന് 20 വയസ്സാണുള്ളത്. അവന്റെ ഇഴത്തെ കവളിൽ ചെറിയൊരു ബെർത്ത് മാർക്കുണ്ട്. അതുമല്ല ഇവന് കള്ളു കുടിക്കാനും പെണ്ണു പിടിക്കാനാണ് കുറച്ചുകൂടെ ഇഷ്ടം. അതുമല്ലാതെ ഈ 4 സിബ്ലിങ്സിൽ ഇവനാണ് ഏറ്റവും ലീസ്റ്റ് കേപ്പബിൾ ആയിട്ടുള്ളത് അടുത്ത മാസ്റ്റർ ആകാൻ. ബിക്കോസ് ഇവൻ ഗ്രീഡിയാണ്, അതേപോലെ ക്രൂരമാണ്. ഇനിയുള്ളത് രണ്ടാമത്തെ മകനായിട്ടുള്ള മോക്ക് ഇം പിയോങ് ആണ്. അവന് 18 വയസ്സുള്ളു. പക്ഷേ അവൻ അവന്റെ അമ്മേനെ പോലെ തന്നെ സൂക്ഷ്മതയുള്ള കണ്ണുള്ളവരാണ്. അതുമാത്രമല്ല അവന് വ്യക്തമായി തന്നെ അറിയാം ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന്. സത്യം പറഞ്ഞാൽ ഇവര് രണ്ടുപേരുടെ മുമ്പിലേക്ക് എന്നെ ഇട്ടുകൊണ്ട് രണ്ടാമത്തവനെ പ്രവോക്ക് ചെയ്തുകൊണ്ട് തമ്മി തലിക്കാണ് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനിടയിലേക്ക് ഫസ്റ്റ് സണ്ണും കയറും. പിന്നെ ഉണ്ടാകുന്ന കത്തിക്കുത്തിൽ ഇവിടെ ആരെങ്കിലും മരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ ആര് സർവേ ചെയ്തെന്ന് പറഞ്ഞാലും അവർക്കാർക്കും തന്നെ അടുത്ത മാനർ മാസ്റ്റർ ആകാൻ സാധിക്കുന്നതല്ല. ചുരുക്കം പറഞ്ഞാൽ ഒരു വെടിയിൽ രണ്ട് പക്ഷി എന്ന പോലെ. അതിനുശേഷം മൂന്നാമത്തെ യങ് മാസ്റ്ററുള്ള മോക്ക് ജിയോങ് പുറത്തേക്ക് വരികയും അവന് കുഴപ്പമൊന്നുമില്ലെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ അവന് തന്നെ ആ ഒരു പൊസിഷൻ കിട്ടുകയും ചെയ്യും. അതായിരുന്നു ഇവരുടെ പ്ലാൻ. സത്യം പറഞ്ഞാൽ നല്ലൊരു പ്ലാൻ തന്നെയാണ്. അവൻ ബുദ്ധി ഉപയോഗിച്ചു. പക്ഷേ ഞാനിവിടേക്ക് വന്നപ്പോൾ അവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഞാൻ യഥാർത്ഥ മോക്ക് ജിയോൻ വൂണിനെ കൊന്നു കളഞ്ഞു. അല്ലേ യങ് മാസ്റ്റർ, താങ്കൾ എന്തിനാണ് മാൻ മാസ്റ്ററിന്റെ അടുത്തേക്ക് പോകുന്നത്? അതോ കേട്ട സ്ഥിതിക്ക് അതേ എന്തായാലും ഇപ്പൊ മരിക്കും ഇപ്പൊ മരിക്കത്തില്ല എന്ന രീതിയിലാണ്. സോ ഒന്ന് വിസിറ്റ് ചെയ്യണ്ടേ? പക്ഷേ ഗാഡ് കാം അങ്ങനെ ഇത് അറിഞ്ഞു കഴിഞ്ഞാ, ഓ അതെയോ, നീ അതെന്തായാലും ഒരു സീക്രട്ട് ആയിട്ട് വെച്ചോളും. ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഗാഡ്? ഗോച്ചാൻ നാശം, ഞാൻ പെട്ടെന്നാ തോന്നുന്നേ. പിന്നെ കാണിക്കുന്നത് ഫസ്റ്റ് വൈഫിനാണ്. പുള്ളിക്കാരിയായിട്ട് അവിടെ ഒരാളെ കാത്ത് നിൽക്കുകയാണ്. ദൂരത്ത് നിന്ന് ഒരാൾ നടന്നു വരുന്നുണ്ടായിരുന്നു. അവൻ പറയും ചെയ്യും, ഇനി എനിക്ക് മാനർ മാസ്റ്ററിനെ കാണാൻ സാധിക്കാവുള്ളൂ. അതായിരുന്നു ഷമാനല്ല മൊയോ ഷിൻ. ഈ ഷമാൻ എന്ന് പറയുന്ന മന്ത്രവാദിനാണ് കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട് മന്ത്രവാദിയായിട്ടുള്ള മൊയോ അതിസമർത്ഥനാണ്. ഇത്തവണ എനിക്ക് നിന്നെ വിശ്വസിക്കാമല്ലോ. തീർച്ചയായും ഈ ഒരു മിസ്റ്റീരിയസ് ആയ ഇൽനെസ് ഞാൻ എങ്ങനെ പോലും നോക്കിക്കോളാം. പക്ഷേ അദ്ദേഹത്തിന്റെ സ്ഥിതി ഇപ്പൊ കുറച്ച് വീക്കണല്ലേ. പിന്നെ 30 വയസ്സിനുള്ള ഒരാളെ പോലും ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ പാടില്ല. എല്ലാവരും തന്നെ പുറത്തിറക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവിടെ മോശമായ ഒരു ലക്കുണ്ടാകും. ആ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. എൻട്രൻസിലുള്ള ഗാർഡ്സ് അല്ലാതെ ആരും തന്നെ അവിടേക്ക് പ്രവേശിക്കത്തില്ല. മാഡം, അതുപോലെ താങ്കളും പുറത്ത് നിൽക്കണം. ആ, അതെനിക്കറിയാം. പിന്നെ ഞാൻ പറഞ്ഞത് നീ മറന്നില്ല എന്ന് വിശ്വസിക്കുന്നു. ഓഫ് കോഴ്സ് ഞാനത് മറന്നിട്ടില്ല. മാനർ മാസ്റ്ററിന്റെ സീലും ആ സീക്രട്ടുള്ള മാനുവലും അല്ലേ? അതെ, നീ ഇത് കണ്ടെത്തിയാൽ അടുത്ത നിമിഷം തന്നെ നിന്റെ കയ്യിലേക്ക് 300 വെള്ളി നാണയങ്ങൾ ഞാൻ വെച്ച് തരും. താങ്ക് യു. ആ, നിങ്ങളെല്ലാവരും പുറത്തേക്ക് പോക്കോ. ഞാനിന്ന് പറഞ്ഞിട്ട് മാത്രം ഇവിടേക്ക് വന്നാൽ മതി. എന്നിട്ട് അവൾ നേരെ അകത്തേക്ക് കയറി. സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. മന്ത്രവാദിനെ ഞാൻ വിശ്വസിച്ച് പെട്ടെന്നാണ് അവളത് കാണുന്നത്. അവള് ശ്രദ്ധിച്ച് നോക്കുകയും ചെയ്യും. അതായിരുന്നു ഫോർത്ത് സണ്ണല്ല മോക്ക് യൂച്ചൻ, നാലാമത്തെ മകൻ. ജഷിയുടെ മകനല്ലേ? ഇവനെ പോലൊരുത്തരൊന്നും ഒരിക്കലും ആ ഒരു പൊസിഷന് വേണ്ടി ആഗ്രഹിക്കാൻ പോലും പാടില്ല. അത് ഞാൻ ഒരിക്കലും സമ്മതിച്ചു തരത്തില്ലെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ തിരിഞ്ഞ് അകത്തേക്ക് നടന്ന് കയറി. അവൾ കയറിയപ്പോഴാണ് അവർ പുറത്തേക്ക് വന്നത്. പെട്ടെന്നാണ് ചിയോൺമ നോക്കുന്നത്. അല്ല, അതാരാണ്? ഓ അതോ, അതാണ് നാലാമത്തെ മകൻ. കണ്ടിട്ട് മാർഷൽ ആർട്ട് പ്രാക്ടീസ് ചെയ്യുവാൻ തോന്നുന്നു. ഓ അപ്പൊ അതാണല്ലേ മൂക്ക് യൂച്ചൻ. മൂക്ക് യൂച്ചൻ സത്യം പറഞ്ഞാൽ ഈ 4 മക്കളിൽ ഇവരാണ് ഏറ്റവും നല്ല എഫേർട്ട് ഇടുന്നത്. അത് മാത്രമല്ല അവന്റെ മാർഷൽ പവേഴ്സ് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അവന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് മാനർ മാസ്റ്ററോട് സിമിലർ തന്നെയാണ്. അല്ല, അവൻ എന്നെ മെത്തേഡ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് മാർഷൽ ആർട്സ് പഠിക്കാനാണോ? അതെ, അതിന് ഹോൾ സ്റ്റെപ്പ് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ലോവർ ബോഡിനെ ശരിക്കും ഇമ്പ്രൂവ് ചെയ്യും. അല്ല, താങ്കൾ കേട്ടല്ലേ ഒരു മാർഷൽ ആർട്സിന്റെ ലോവർ ബോഡിക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന്? ഓ അതെയോ.
അപ്പോ ഗാഡ് ഗോച്ചാൻ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ മാർഷൽ ആർട്സ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഗാഡ് കാമിനെ കൊല്ലാൻ സാധിക്കുമോ? പെട്ടെന്ന് അവനൊന്ന് ഞെട്ടി. എന്തേ? നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? എനിക്കവനെ കൊല്ലാൻ സാധിക്കുവോ? അവന് മനസ്സിലായി ഇവൻ കംപ്ലീറ്റ്ലി സീരിയസ് ആയിട്ടാണ് ഇത് ചോദിക്കുന്നതെന്ന്. അല്ല, ഇവനെന്താണ് ഇങ്ങനെ പറയുന്നത്? ഞങ്ങളുടെ ഐഡിയ എങ്ങനെ മനസ്സിലായോ ഇവനെ കൊല്ലാനിരിക്കുന്ന? യങ് മാസ്റ്റർ, ഈ മാർഷൽ ആർട്സിന്റെ ബേസിക് എന്ന് പറയുന്നത് തന്നെ ഇന്റേണൽ ട്രെയിനിങ് ആണ്. ഇന്റേണൽ ട്രെയിനിങ്ങോ? അതെ, ഇന്റേണൽ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ബ്രീത്തിങ് ഫോം എന്ന് തന്നെ പറയാൻ പറ്റും. നമ്മുടെ നാച്ചുറൽ ഉള്ള എനർജി ഇന്റേണലി നമ്മൾ ഗ്യാദർ ചെയ്യണം. അതിനെ ക്യൂ എന്ന് വിളിക്കും. താങ്കൾ ആവശ്യത്തിന് ഇന്നർ ക്യൂയെ അബ്സോർവ് ചെയ്ത് കഴിഞ്ഞാൽ താങ്കൾ സ്ട്രോങ്ങറായി മാറും. പക്ഷേ ഇന്നർ ക്യൂയെ മാത്രം പോരാ. അതുമല്ല, അത് ഒരു ദിവസം കൊണ്ട് ഗ്യാദർ ചെയ്യുന്ന ഒരു കാര്യമല്ല. താങ്കൾ അത് ഗ്യാദർ ചെയ്താലും ഒരു ഫസ്റ്റ് ക്ലാസ് മാർഷൽ ആർട്ടിസ്റ്റ് ആയുള്ള ഗാഡ് കാമിനെ ഇപ്പോൾ ഡിഫീറ്റ് ചെയ്യുന്നത് അത് ഇമ്പോസിബിൾ ആണ്. അത് മാത്രമല്ല, താങ്കളെക്കാട്ട് 30 വർഷത്തിലധികം ഇന്നർ ക്യൂയെ അദ്ദേഹത്തിനുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ടെക്നിക്കും അത്രത്തോളം എക്സലന്റ് ആണ്. അപ്പൊ കുറച്ചു നാളത്തേക്ക് എനിക്കിത് സാധിക്കത്തില്ല. അതെ. അല്ലടാ, കുറച്ചു നാളത്തേക്കല്ല, നീ നിന്റെ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ടാലും അത് സാധ്യമാകത്തില്ല. കാര്യം, ഈ ഒരു ഇന്റേണൽ ട്രെയിനിങ് നടത്താനായിട്ട് ഒരു സമയപരിധിയുണ്ട്. 5 വയസ്സിനും 9 വയസ്സിനും ഇടയിൽ അത് ചെയ്തില്ലെങ്കിൽ നിന്റെ ശരീരത്തെ മുഴുവൻ ഇംപ്യൂർ എനർജി കൊണ്ട് നിറയും. പിന്നെ നിനക്ക് ഇന്റേണൽ എനർജി ഗ്യാദർ ചെയ്യാൻ പറ്റത്തില്ല. ചുരുക്കം പറഞ്ഞാൽ ഇനി നിനക്കൊരിക്കലും ഇന്നർ ക്യൂയെ ഗ്യാദർ ചെയ്യാൻ പറ്റത്തില്ല. ഹ, നീ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. നീ തോക്കുന്നത് എനിക്കൊന്ന് കാണണം. അപ്പൊ നിനക്ക് മനസ്സിലാവും നീ പൊട്ടക്കുളത്തിലെ ഒരു തവളയാണെന്ന്. പക്ഷേ പെട്ടെന്നായിരുന്നു അവനവന്റെ മുമ്പിലേക്ക് വന്നത്. എന്നിട്ട് അവനെ മുഖത്ത് പിടിക്കുകയും ചെയ്തു. നിന്റെ കണ്ണിൽ എനിക്ക് ഗ്രീഡ് കാണാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ എനിക്ക് ആവശ്യമുണ്ട്. ഗാഡ് ഗോച്ചാൻ, നീ എന്റെ കൂടെ കൂടിക്കൂടെ? അവന് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റാത്തോണ്ട് യെസ് എന്ന് പറയുകയും ചെയ്യും. അപ്പോ ഗാഡ് കാമിനെ ഇപ്പൊ കൊല്ലുന്നത് അത് ഇമ്പോസിബിൾ തന്നെയാണ്. എന്തായാലും ഗാഡ് കാമിനെ വിശ്വസിച്ചിട്ടില്ല. തൽക്കാലം അവന്റെ കൂടെ തന്നെ. അല്ല, നമുക്ക് എത്രയും പെട്ടെന്ന് പോകുന്നതായിരിക്കും നല്ലത്. അല്ല, അതെന്താണ്? യങ്ങസ്റ്റ് മാസ്റ്ററിന് യങ് മാസ്റ്ററിനെ അത്ര നല്ല ഇഷ്ടമല്ലായിരുന്നു. അവർ തമ്മിൽ എന്തെങ്കിലും സംഭവിച്ചോ? അതെ, 2 വർഷത്തിന് മുമ്പ് യങ് മാസ്റ്റർ യങ്ങസ്റ്റ് മാസ്റ്ററിന്റെ അമ്മനെന്ന് തെറി വിളിച്ചായിരുന്നു. പക്ഷേ അന്ന് യങ്ങസ്റ്റ് മാസ്റ്റർ നന്നായിട്ട് യങ് മാസ്റ്ററിനെ പിടിച്ച് പെരുമാറി. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് കൊള്ളാലോ. അപ്പൊ യങ്ങസ്റ്റ് ശരിക്കും നല്ലവനാണല്ലേ? അതെന്താണ് അങ്ങനെ പറഞ്ഞത്? അല്ല, അവന്റെ കൈയും കാലും ഒന്നും പോയില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. എങ്കി വാ, നമുക്ക് പോയേക്കാം. വെറുതെ എന്തിനാണ് ആവശ്യമില്ലാത്ത വള്ളി പിടിക്കുന്നത്? അതെ, ഈ സമയത്ത് യങ്ങസ്റ്റ് ആട്ടെ അവിടെ നിന്ന് ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നത് ആ ഒരു മാനറാണ്. അതിന്റെ അകത്താട്ടെ നൂലിൽ കെട്ടി കുറച്ചധികം നാണയങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാനർ മാസ്റ്ററിന്റെ ആ റൂമിന് ഫുള്ളിലും അതിങ്ങനെ കെട്ടി വെച്ചേക്കുവാണ്. അവന്റെ ശരീരത്ത് അബ്നോർമലുള്ള ഒരു സാധനവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ലക്ഷണങ്ങൾ മാത്രമല്ല, ഇവന്റെ ശരീരത്ത് ശരിക്കും മർഡറസ് ഉള്ള ഒരു എനർജി കയറിക്കൂടിയിട്ടുണ്ട്. അതെന്തായാലും നോർമലായ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഓൾറെഡി തന്നെ മരിക്കേണ്ടതാണ്. ഇവൻ ശരിക്കും നല്ല ഒരു മാർഷൽ ആർട്ടിസ്റ്റ് തന്നെയാണ്. പക്ഷേ എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞാലും ഇവൻ സർവേ ചെയ്യുന്നത് അത് വെറും 50% മാത്രമാണ്. വെറുതെ ഞാൻ കിടന്ന് കഷ്ടപ്പെടണ്ട, വന്ന കാര്യം നോക്കിയിട്ട് കമ്മീഷൻ എടുത്തിട്ട് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അവനാട്ടെ ഒരു പേന എടുത്തു. എന്നിട്ട് എഴുതാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. പിന്നെ മന്ത്രം ജപിച്ചുകൊണ്ട് അവൻ ഓരോ കാര്യങ്ങളും അതിൽ എഴുതാനായിട്ട് തുടങ്ങി. അടുത്ത സെക്കൻഡ് പൂർത്തിയാക്കിയപ്പോൾ തന്നെ അത് നേരെ അവിടുന്ന് പറന്ന് നമ്മുടെ മാനർ മാസ്റ്ററിന്റെ ആ ഹൃദയഭാഗത്ത് പോയി ഇരിക്കുകയുണ്ടായി. അതിനുശേഷം അതിൻ്റെ അകന്ന് ഒരു ഡിവൈനുള്ള എനർജിയും വരാനായിട്ട് തുടങ്ങി. ഇതേ സമയം ആ മന്ത്രവാദി അവന്റെ കൈയാട്ടെ പല സയൻസിലേക്ക് മാറ്റിയിട്ട് മന്ത്രം ജപിക്കാനും തുടങ്ങി. അദ്ദേഹത്തിന്റെ ശരീരത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒറ്റയടിക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം അദ്ദേഹത്തിന്റെ കൈ മറ്റൊരു രീതിയിലേക്ക് മാറിയിട്ട് മന്ത്രം ജപിച്ചപ്പോഴാണ് അദ്ദേഹം വേദന കൊണ്ട് ചെറുതായിട്ട് ഉച്ചവെക്കാൻ തുടങ്ങിയത്. നാശം, ഇദ്ദേഹത്തിന്റെ മർഡറസ് ഉള്ള ആ ഒരു എനർജി അത് ശരിക്കും കൂടുതലാണ്. ഇതിനെ തടയണമെന്ന് പറഞ്ഞ് അദ്ദേഹം തടയാൻ പോയപ്പോ പെട്ടെന്നാണ് അവന്റെ കണ്ണ് ചുമല കളറിൽ തെളിഞ്ഞത്. അതിനുശേഷം അവൻ ഉച്ചത്തി കാറാൻ പോയപ്പോ പെട്ടെന്ന് ആ ഡോറ് തുറക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു ചരട് പൊട്ടി ആ നാണയങ്ങൾ നിലത്ത് വീഴുകയും ചെയ്തു. നാശം, ആരെങ്കിലും അകത്തേക്ക് കയറുമെന്നോ? ഞാൻ മാഡത്തിനോട് പറഞ്ഞാണല്ലോ ആരും അകത്തേക്ക്. പെട്ടെന്ന് അവന്റെ ശരീരത്തിന്റെ അന്ന് അബ്നോർമലുള്ള ആ ഒരു എനർജി റിലീസ് ചെയ്യപ്പെടുകയും അദ്ദേഹം ബാക്കിലേക്ക് തെറിച്ച് അവന്റെ കാൽ ചൊട്ടി വന്ന് വീണു. തിരിഞ്ഞു നോക്കാൻ നേരത്ത് നമ്മുടെ ഗാർഡ് ജാം ചോദിക്കുന്നുണ്ട്, അല്ല ഇതെന്താണ് മാനർ മാസ്റ്റർ? അല്ല, നിങ്ങൾ ആരാണ്? അപ്പൊ അതാണല്ലേ മാനർ മാസ്റ്റർ. അവൻ നേരെ മുന്നിലേക്ക് നടന്നു. എന്നിട്ട് കൈകൂപ്പിയിട്ട് പറയും ചെയ്യും, ഫാദർ, ഞാനിതാ വന്നു. ഞാൻ എന്റെ ഗ്രീറ്റിംഗ്സ് ഞാൻ താങ്കൾക്ക് നേരുന്നു. പെട്ടെന്നാണ് ആ മന്ത്രവാദി ഉച്ചത്തിൽ കിടന്ന് അലറിയത്. നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? നീ മകനാണെങ്കിലും കൊള്ളാം, ആരാണെങ്കിലും കൊള്ളാം, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തിറങ്ങാണ്ട് നോക്ക്. ലേഡി സിയൊക്കെ പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ലേ? അല്ല, നീ ആരാണ് ഞങ്ങളെ പുറത്താക്കാനായിട്ട്?
ഈ സമയത്ത് നമ്മുടെ മാനർ മാസ്റ്ററിനെ അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു മിസ്റ്റീരിയസ് ആയുള്ള ഇൽനെസ് ഞാൻ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിപ്പോ എങ്ങനെ റിവേഴ്സ് ചെയ്യപ്പെട്ട പിന്നെ അദ്ദേഹത്തിന്റെ സ്ഥിതി വീണ്ടും മോശമാകും. അതുകൊണ്ട് ഞാൻ പറയുന്നേക്ക് എത്രയും പെട്ടെന്ന് മോശമാകുന്നതിന് മുമ്പ് പുറത്തേക്ക് പോന്ന് പറഞ്ഞപ്പോഴാണ് ഒരു ശബ്ദം അവർ കേട്ടത്. ഇതേ സമയത്ത് മാനർ മാസ്റ്ററിന്റെ ശരീരത്തിൽ നിന്ന് അബ്നോർമലായ ശബ്ദം അവൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അതിന്റെ പേരായിരുന്നു ദ മിസ്റ്റീരിയസ് ഇൽനെസ്. അവനെ ഒരു സാധനം പൊസസ് ചെയ്യുന്ന പോലെ അവർക്ക് വ്യക്തമായി. അടുത്ത സെക്കൻഡ് അവന്റെ ശരീരം നേരെ മുകളിലേക്ക് ഉയർന്നു. അല്ല, ഇതെന്താണ്? അല്ല, മാനർ മാസ്റ്ററിനെ അത് ടേക്ക് ഓവർ ചെയ്യുവാണ്. രണ്ടുപേരും എത്രയും പെട്ടെന്ന് അവന്റെ കൈകളിൽ പിടിക്കി. ഞാൻ ആ സമയത്ത് ആ ചരട് കെട്ട എന്ത് പെട്ടെന്ന് പിടിക്കി. അടുത്ത സെക്കൻഡ് അവന്റെ ശരീരം നേരെ മുകളിലേക്ക് ഉയർന്നു. പെട്ടെന്ന് ചിയോൺമയും നമ്മുടെ ഗാർഡും കൂടെ അവനെ പിടിച്ചു കെട്ടി. എന്നിട്ട് അവന്റെ മുഖത്തേക്ക് ഒരു ചെറിയൊരു എഴുത്ത് വെച്ചു. മന്ത്രം ജപിച്ചപ്പോ നമ്മുടെ മാനർ മാസ്റ്ററായിട്ട് റെസിസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. പെട്ടെന്നായിരുന്നു ഗാർഡ് ജാമിന്റെ കയ്യിൽ കയറി പിടിച്ചത്. എന്നിട്ട് തിരിക്കുകയും ചെയ്തു. അവനട്ടെ വേദന കൊണ്ട് കിടന്ന് അലറുന്നുണ്ട്. അവൻ സ്ട്രോങ്ങറായി മാറിയിരിക്കുന്നു. ഈ സമയത്ത് ചിയോൺമ ഒരു കാര്യം ശ്രദ്ധിച്ചു. അവന് പിടിച്ചോ, പക്ഷെ സൂക്ഷിക്കണം, ആ ഒരു ഈവിൽ സ്പിരിറ്റ് നിന്റെ ശരീരത്തിലേക്ക് വരുന്നുണ്ട്. എന്ത്? അത് എന്റെ ശരീരത്തിലേക്കോ? വേണ്ട, എനിക്ക് വേണ്ട, ഒന്ന് മാറ്റുന്ന പറയാൻ നേരത്ത് അവന്റെ കൈ വിടുന്നില്ലായിരുന്നു. മുറുക്കി പിടിക്കെ ആ ഒരു സ്പിരിറ്റ് ഗാർഡിന്റെ കയ്യിലേക്ക് കയറാൻ പോയപ്പോ പെട്ടെന്നാണ് ചിയോൺമ അവിടേക്ക് വന്നിട്ട് ഒരു കത്തിയെടുത്ത് മാനർ മാസ്റ്ററിന്റെ കൈ അങ്ങോട്ട് മുറിച്ച് കളഞ്ഞത്. അത് കണ്ടപ്പോ അവർ ശരിക്കും ഞെട്ടിത്തെറിച്ചുപോയി. ഇതേ സമയത്ത് അവൻ ചോദിക്കുകയും ചെയ്യും, നീ എന്താണ് ഈ ചെയ്തത്? പക്ഷേ തിരിഞ്ഞു നോക്കിയപ്പോ ആ ഒരു എനർജി തിരിച്ച് അവന്റെ ശരീരത്തിലേക്ക് കയറുന്നത് നമ്മുടെ ചിയോൺമ കണ്ടു. എന്നിട്ട് അവനൊന്ന് ചിരിച്ചു. പെട്ടെന്ന് അവിടേക്കൂടി, എടാ ഇല്ല, അത് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോഴേക്കും അവന്റെ കൈ കംപ്ലീറ്റ്ലി ഷോൾഡറിന്റെ അവിടുന്ന് മുറിച്ച് കളഞ്ഞു. നാശം, ഇവന് ശരിക്കും ഭ്രാന്താണ്. അവൻ മാനർ മാസ്റ്ററിന്റെ കൈ കംപ്ലീറ്റ്ലി വെട്ടിമുറിച്ച്. ഇതേ സമയം ആ കൈ നേരെ നിലത്തേക്ക് വീണു. പെട്ടെന്ന് ആ മന്ത്രവാദി ഒരു സീൽ കൊണ്ടേ വെച്ച് അതങ്ങോട്ട് തടയുകയും ചെയ്യും. നാശം, ഈ ഒരു ബ്ലീഡിങ് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് അവന്റെ ബ്ലീഡിങ് ഗാർഡ് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കോപ്പ്, എല്ലാം പ്രശ്നമായല്ലോ. എന്റെ ജോബ് ഞാൻ ഫെയിൽ ചെയ്തത് മാത്രമല്ല, മാനർ മാസ്റ്ററിന്റെ ഒരു കൈയും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഈ ഒരു ബ്ലെയിം കിട്ടുന്നതിന് മുമ്പ് രക്ഷപ്പെടണം. അത് മാത്രമല്ല എന്റെ പണി. പെട്ടെന്നായിരുന്നു ആ സോൾ എടുത്ത് അവന്റെ കഴുതിലേക്ക് വെച്ചത്. നീ എന്ത് ചെയ്യുവാണ്? യങ് മാസ്റ്റർ, താങ്കൾ ഷ്, ശബ്ദിക്കരുത്. മാനർ മാസ്റ്റർ ഇത്ര മോശമായൊരു കണ്ടീഷൻ അല്ലായിരുന്നല്ലോ. എന്ത്? നീ കണ്ടതല്ലേ അതിഥിനെ ബോഡി ടേക്ക് ഓവർ ചെയ്തത്? പിന്നെ ഇതിവിടെ കൊണ്ട് തീർന്നിട്ടൊന്നുമില്ല. നമ്മൾ സമയത്തിനെ പ്രതികരിച്ചില്ലെങ്കിൽ മാനർ മാസ്റ്റർ ഉറപ്പായിട്ട് മരിക്കുമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവൻ ഞെട്ടിയത്. കാര്യം നമ്മുടെ ചിയോൺമ ചോദിക്കുന്നുണ്ട്. പറ, ആരാണ് മാനർ മാസ്റ്ററിനെ കൊല്ലാനായിട്ട് നിന്നോട് പറഞ്ഞത്? ഏ, എന്ത്? എന്താണ് ഈ പറഞ്ഞത്? ഞാൻ പറയുന്നത് നിന്റെ പിന്നിൽ ആരാണെന്നാണ്. അല്ല, ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ്. മര്യാദക്ക് സത്യം പറഞ്ഞാൽ ചിലപ്പോ ഞാൻ നിന്നെ ജീവനോടെ വിട്ടേക്കാം. നാശം, എന്റെ ജീവൻ. ഫസ്റ്റ് ലേഡിയാണ് പറഞ്ഞത്. പക്ഷേ മാനർ മാസ്റ്ററിനെ സ്പെയർ ചെയ്തതിനും കുഴപ്പമില്ലായിരുന്നു. അവൾക്ക് വേണ്ടത് ഒരു ലൊക്കേഷനാണ്, ആ സീക്രട്ട് ആയുള്ള മാനുവലിന്റെ, പിന്നെ ആ ഒരു മാസ്റ്റർ സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഈവിൽ സ്പിരിറ്റിന്റെ. സീക്രട്ട് മാനുവലോ? മാനർ മാസ്റ്റർ സീലോ? അപ്പോ അവൾ അത് ചെയ്തില്ലേ? നാശം, അവൾ ഈ ചെയ്യുന്നത് ഉറപ്പായിട്ടും അവളുടെ മകന് വേണ്ടിയാണ്. യങ് മാസ്റ്റർ, നമ്മൾ എന്ത് പേരെടുത്തും ഇത് തന്നെ രക്ഷിച്ചിരിക്കണം. മാനർ മാസ്റ്ററിനെ രക്ഷിക്കണം. അതെ, ഫസ്റ്റ് സൺ ഒരിക്കലും മാനർ മാസ്റ്റർ ആകാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതിന്റെ പ്ലാൻസിനെ കംപ്ലീറ്റ്ലി ഇന്ററപ്റ്റ് ചെയ്തു. യങ് മാസ്റ്റർ, എനിക്ക് ഇപ്പോഴും മാനർ മാസ്റ്ററിനെ സഹായിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് വേണ്ട, നീ അത് ചെയ്. എന്ത്? നീ ആ ലൊക്കേഷൻ കണ്ടുപിടിക്കടാ, മാനുവലിന്റെ സീലിന്റെ. അത് ചെയ്. പെട്ടെന്ന് അവർ രണ്ടുപേരും ഒന്ന് ഞെട്ടി. അല്ല, നമ്മളിനി ഒരു തവണയോട് അത് ചെയ്തു കഴിഞ്ഞാൽ മാനർ മാസ്റ്ററിന്റെ ജീവൻ അപകടത്തെ. ഞാൻ പറഞ്ഞില്ലേ അത് ചെയ്യാനായിട്ട്. നാശം, ഇവന് വട്ടായോ? ആ, എങ്കി ഓക്കെ. പിന്നെ കാണിക്കുന്നത് അദ്ദേഹം അവിടെ കിടക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ചെറിയൊരു ചരട് കെട്ടി ആ കയ്യിലേക്ക് വെച്ച് ഓരോ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. അല്ല, ഇതെന്താണ്? മാനർ മാസ്റ്ററിന്റെ കേസ് ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആണ്. ഇനി നമ്മൾ ഒരു തവണയോട് ഈവൽ സ്പിരിറ്റിനെ വിളിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഉറപ്പായിട്ടും മരിക്കും. സോ ഇതിന് ഞാൻ മാനർ മാസ്റ്ററായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഈവിൽ സ്പിരിറ്റിനെ നമ്മളൊന്ന് പറ്റിച്ചുകൊണ്ട് ഇത് മാനർ മാസ്റ്ററായിട്ട് ചിന്തിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ തുടങ്ങുകയാണ്. എന്നിട്ട് അവൻ മന്ത്രം ജപിക്കാനായിട്ട് തുടങ്ങി. അടുത്ത സെക്കൻഡ് ആ ഒരു ഈവിലുള്ള സ്പിരിറ്റ് ആ ഒരു കയറിൽ നിന്ന് പെട്ടെന്നാണ് ആ ഒരു ബൊമ്മേനെ കയറി പിടിച്ചത്. എന്നാൽ അതേ സമയത്ത് അദ്ദേഹം ഉച്ചത്തിൽ കിടന്ന് അലറാൻ തുടങ്ങി. അവർ രണ്ടുപേരും അതീശത്തോടെ അത് നോക്കി നിന്നു. പെട്ടെന്നായിരുന്നു അതിന്റെ പിടി മുറുക്കിയത് ആ മന്ത്രവാദി ശ്രദ്ധിച്ചത്. നാശം, ഒരു മർഡേഴ്സുള്ള എനർജി അത് ശരിക്കും കൂടുതലാണ്. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഈവിൽ സ്പിരിറ്റ് ഉറപ്പായിട്ടും ഫ്രീ ചെയ്യപ്പെടും. പക്ഷേ ഇവനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ വിശ്വസിക്കാൻ തോന്നുന്നില്ല. ഞാൻ എന്ത്? അല്ല, അത് അത് കൊള്ളാലോ.
എന്നിട്ട് അവനൊന്ന് ചിരിക്കുകയും ചെയ്യും. യഗ് മാസ്റ്റർ, ഇപ്പൊ എനിക്ക് ഈവിൽ സ്പിരിറ്റിന്റെ കയ്യിൽ നിന്ന് ഉത്തരം കിട്ടും. പക്ഷേ അത് അവൻ കേൾക്കുന്നത് അത്ര നല്ലതാണോ? ഓ, ശരിയാണ്. ഞാൻ കേട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമെന്നല്ലേ? എങ്കിൽ മാറിയേക്കാം. ഓക്കെ, ഞാൻ പുറത്തേക്ക് നിൽക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗാർഡ് നേരെ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അവൻ പറയും ചെയ്യും, ഞാനെങ്കിൽ തുടങ്ങുകയാണ്. അതിനുശേഷം അവൻ മന്ത്രം ജപിക്കാനായിട്ട് തുടങ്ങി. അദ്ദേഹത്തിന്റെ ശരീരത്തും ചെറിയൊരു പിടുത്തം വരുന്നുണ്ട്. പെട്ടെന്നാണ് ഈവിൽ സ്പിരിറ്റ് ചോദിക്കുന്നത്, ആരാണ് ആരാണ് എന്നെ വിളിച്ചത്? അതെ, അത് ചെയ്തിരിക്കുന്നു. റിച്വൽ പ്രകാരം എന്റെ ചോദ്യങ്ങൾക്ക് നീ ഉത്തരം തരണം. ഹ്, ചോദ്യങ്ങളോ? റിച്വൽ പ്രകാരം മാനർ മാസ്റ്റർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സീക്രട്ട് മാനുവലും സീക്രട്ട് സീലിന്റെ പൊസിഷൻ എവിടെയാണ്? ഹ്, 5 കല്ലുകൾക്കപ്പുറം കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു വാതിലുണ്ട്. അതിൽ നിന്ന് മുന്നിലേക്ക് 3 അടി മാറി ഇടത്തെ സൈഡിലായി മെഡിക്കൽ ഹാളിന്റെ താഴെ. അതേസമയം ആ ഒരു പാവയിലുള്ള ആ ഒരു പിടുത്തം കൂടുകയും പെട്ടെന്ന് അത് നേരിക്ക് അത് പൊട്ടിച്ച് കളയുന്നുണ്ട്. യങ് മാസ്റ്റർ, എത്രയും പെട്ടെന്ന് ആ കയർ മുറിക്കൂ. അത് ഇപ്പതേ മാനർ മാസ്റ്ററിന്റെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിടത്ത് ആ ഒരു ഈവൽ സ്പിരിറ്റ് അതിലൂടെ ആദ്യത്തിന്റെ ശരീരത്തിലേക്ക് കയറാൻ തുടങ്ങി. പെട്ടെന്ന് അവനത് മുറിച്ചു കളഞ്ഞു. എന്നാൽ അടുത്ത സെക്കൻഡ് ആ ഒരു ഈവിൽ സ്പിരിറ്റ് ചിയോൺമയുടെ കാൽ കയറി പിടിച്ചു. അവനൊന്ന് ഞെട്ടി അവന്റെ ശരീരത്തിലേക്ക് അത് പിടിച്ച് കയറാൻ നോക്കി. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവനത് മനസ്സിലായത്. അതൊരു ചതിയായിരുന്നു. അടുത്ത സെക്കൻഡ് അവനെ പൂർണ്ണമായിട്ടും അത് വിഴുങ്ങി. തുടക്കത്തിൽ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു അത് ശരിക്കും ദേഷ്യമുള്ള ഒരു ആത്മാവാണെന്ന്. ആ ഒരു കില്ലിങ് ഇന്റന്റ് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഇത് ബ്രോക്ക് ചെയ്ത് ഇത്ര ഫ്രീ ആയിട്ട് പോകുമെന്ന്. എന്തായാലും കുഴപ്പമില്ല, അവനെ കംപ്ലീറ്റ്ലി ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടല്ലോ. അതിലുപരി എന്റെ മിഷൻ കംപ്ലീറ്റ് ആകുകയും ചെയ്തു. എന്റെ എതിരെ വന്നവന്റെ കാര്യത്തിലും ഒരു തീരുമാനമാക്കി. ഇനി നീ ചെയ്തതിനി നീ തന്നെ അനുഭവിച്ചോളൂ. ഇതേസമയം ആ ഒരു ഈവിൽ സ്പിരിറ്റ് ചോദിക്കുന്നുണ്ട്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടിട്ടാണ് നീ എന്നെ ഒരു കളിപ്പാവ കൊണ്ട് പറ്റിച്ചത്? ഞാൻ ഒരിക്കലും പൊറുക്കത്തില്ല. അല്ല, ഇവനാണോ എന്നെ പറ്റിച്ചത്? നീയാണല്ലോ എന്നെ പറ്റിച്ചത്. ഹ്, കൊള്ളാം, നീ ചെറുപ്പമാണല്ലോടാ. ആ കിളവന് പകരം ഞാൻ നിന്റെ ബോഡി ഇങ്ങോട്ട് എടുക്കുകയാണ്. നിന്റെ മനസ്സിൽ ഞാൻ നിന്നെ തളക്കാൻ പോകുകയാണ്. പിന്നെ കാണിക്കുന്നത് അവൻ കണ്ണു തുറന്നതാണ്. അത് ഒരു പ്ലെയിനുള്ള സ്ഥലമാണ്. അല്ല, ഇവിടുന്നല്ലേ ഞാനെപ്പോഴും വെള്ളം കോരുന്നത്? ശരിയാണ്, പീസ്ഫുള്ള മൗണ്ടെയിൻ, ഇത്രയും മനോഹരമായ ഞാൻ എപ്പോഴും വന്നുകൊണ്ടിരുന്ന സ്ഥലം. അതിനുശേഷം അവനവിടെ തൊട്ടിയിൽ വെള്ളം കോരി മുന്നിലേക്ക് നടക്കും. പക്ഷേ എന്തോ സ്ട്രേഞ്ച് ആയിട്ടുണ്ട് ഇന്ന്. എന്താണ് ഈ ഫീലിംഗ് എന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ എന്തെങ്കിലും മറന്നുപോയോ? പെട്ടെന്നാണ് അവൻ ആ കാഴ്ച കാണുന്നത്. അല്ല, അതെന്റെ വീടിന്റെ അവിടെ നിന്നല്ലേ? അടുത്ത സെക്കൻഡ് ആ തൊട്ടി അവിടെ ഇട്ടിട്ട് അവൻ നേരെ മുന്നിലേക്ക് ഓടാനായിട്ട് തുടങ്ങി. പ്ലീസ്, പ്ലീസ് അപ്പൂപ്പ, താങ്കൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് വെച്ചിട്ടുണ്ട് അവൻ മുന്നിലേക്ക് ഓടുന്നുണ്ട്. എന്നാൽ അവൻ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, അപ്പൂപ്പ പെട്ടെന്ന് ഓടി വന്ന് അത് കൈ കൊണ്ടെടുത്ത്, എഴുന്നേക്ക്, എഴുന്നേക്ക്. ഇല്ല, ഇല്ല, ഇതാരാണ്? ഇല്ല, താങ്കൾ എന്നെ വിട്ടു പോകാൻ പാടില്ല. എനിക്ക് എനിക്കത് മനസ്സിലായതേ ഉള്ളൂ. താങ്കളുടെ താങ്കളുടെ സ്നേഹം എനിക്ക് മനസ്സിലായതേ ഉള്ളൂ. പക്ഷെ എന്തിനാണ് എന്തിനാണ് എന്റെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യത്തിനെ? ആ സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരം കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ കരയുകയായിരുന്നു. പെട്ടെന്നാണ് അവന്റെ പുറകിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോ നിനക്ക് വേണ്ടത് ഇതാണല്ലേ? എങ്കിൽ അത് തന്നെ എടുത്തോന്നും പറഞ്ഞ് അവന്റെ കൈ മുമ്പിലേക്ക് ഉയർത്തി. അപ്പോഴേക്കും ആ ഒരു ഈവിൽ എനർജി അവന്റെ ശരീരത്തിലേക്ക് കടന്ന് കയറാൻ തുടങ്ങി. നീ അവിടെ എന്ത് ചെയ്യുവാ? പെട്ടെന്ന് അവൻ ഞെട്ടി. ഈ കിളവനെ നീ സഹായിക്കത്തില്ലേ? അതോ അവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കാൻ പോകുവാണോ? ഏ, ഹ, അപ്പൂപ്പൻ, അപ്പൊ ഇപ്പൊ? അതേസമയം അവന്റെ കണ്ണിലേക്ക് കംപ്ലീറ്റ്ലി ആ ഒരു എനർജി കടന്ന് കയറിയിരുന്നു. അപ്പൂപ്പാന്ന് വിളിച്ചുകൊണ്ട് അവൻ ചാടി അദ്ദേഹത്തിനെ കെട്ടി പിടിക്കുകയും ചെയ്യും. താങ്കൾ, താങ്കൾ, എടാ ഞാൻ വീഴോടാ, ഒന്നടങ്ങ്. അല്ല, ഇനി ഇനി ഒരിക്കലും എനിക്ക് താങ്കളെ നഷ്ടപ്പെടുത്തണ്ട. ഒരിക്കലും തന്നെ എനിക്ക് എനിക്ക് താങ്കളുടെ കൂടെ തന്നെ ജീവിക്കണം. ഹേ, ഒരു കുഴപ്പമില്ല കൊച്ചേ, ഞാൻ നിന്റെ കൂടെ തന്നെയില്ലേ. ഹ്, നിനക്ക് കിട്ടേണ്ടത് കിട്ടില്ലേ? അത് തന്നെ ധാരാളം. നീ നിന്റെ ഈ ഒരു ലോസ്റ്റ് അല്ല, പ്രഷ്യസ് അല്ല മെമ്മറിയിൽ ജീവിച്ചോളൂ. ഒരിക്കലും അവസാനിക്കാത്ത നിന്റെ സന്തോഷത്തിൽ. ഈ സമയത്ത് അവൻ ചോദിക്കുന്നുണ്ട്, അല്ല പൂപ്പ, എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്തേ? താങ്കൾ എന്തുകൊണ്ടാണ് എനിക്ക് ജിയോങ് എന്നുള്ള പേരിട്ടത്? ആ പേരിന്റെ അർത്ഥം എന്താണ്? അതെ, നീ നിന്റെ അപ്പൂപ്പന്റെ കൂടെ തന്നെ ജീവിച്ചോളൂ. നിനക്കൊരിക്കലും ഇനി ഒന്നും നഷ്ടപ്പെടുത്തില്ലെന്നും പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് പെട്ടെന്ന് ജിയോങ് അഥവാ ചിയോൺമ തിരിഞ്ഞ് നോക്കിയത്. അവൻ ഞെട്ടിത്തെറിച്ചുപോയി. അടുത്ത സെക്കൻഡ് അവൻ ആ ഈവൽ സ്പിരിറ്റിന്റെ മുഖത്ത് കയറി പിടിച്ചു. അല്ല, ഇത് നിനക്കെങ്ങനെ? നീ കാരണം ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത പലതും എനിക്കിപ്പോ ഓർക്കേണ്ടി വന്നു. ഇമ്പോസിബിൾ, നിനക്കെങ്ങനെയാണ് എന്നെ കാണാൻ സാധിക്കുന്നത്? ഇത് ശരിക്കും
അനോയിങ് ആണ്. നീ എന്റെ മരിച്ചുപോയ അപ്പൂപ്പനെ വെച്ചോണ്ട് കളിക്കാൻ പാടില്ലായിരുന്നു. നിനക്ക് തെറ്റുപറ്റിയടാ. നീ എന്റെ ഉള്ളിലെ യഥാർത്ഥ ആഗ്രഹത്തിനാണ് പുറത്തു കൊണ്ടുവന്നെങ്കിൽ നിനക്ക് തെറ്റി. നീ കാണിക്കേണ്ടത് മരിച്ചുപോയ എന്റെ അപ്പൂപ്പൻ തിരിച്ചു വന്നതല്ലായിരുന്നു. അദ്ദേഹത്തിനെ കൊന്ന നാറീനെ ഞാൻ വലിച്ചു കീറുന്നതായിരുന്നു കാണിക്കേണ്ടത്. അപ്പോ ഇത് മാത്രമല്ല, ഇവന്റെ ഉള്ളിൽ ഇനിയും കാര്യങ്ങളുണ്ടല്ലേ. ഇവൻ ശരിക്കും ഡേഞ്ചറാണ്. ഇവന്റെ പുറമെ പ്യൂറുള്ള കില്ലിംഗ് ഉള്ള ഇന്ത്യൻ മാത്രമേ ഉള്ളൂ. ഇവന്റെ ഉള്ളിലേക്ക് ഞാൻ കടക്കണം. ഇവന്റെ ഉള്ളിൽ പക്ഷേ എങ്ങനെ? അതേസമയത്ത് ജിയോങ് അവന്റെ പിടി വിടുന്നില്ലായിരുന്നു. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രമധികം ഹേറ്റഡും കില്ലിംഗ് ഇന്റൻറ്റും പൊസസ് ചെയ്യുന്നത്? അതൊരിക്കലും. ജിയോങ്, നീ എന്നോട് ചോദിച്ചില്ലേ ഞാൻ എന്തിനാണ് ആ ഒരു പേര് നിനക്ക് നൽകിയെന്ന്? അത് മറ്റൊന്നും കൊണ്ടല്ല. മറ്റുള്ള കുട്ടികളിൽ നിന്ന് നീ വ്യത്യസ്തനായിരുന്നു. നീ വളരെ നന്മയേറിയ ഒരാളായിട്ട് ജീവിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. നിന്റെ പേര് ജിയോങ്. ആ പേരിന്റെ അർത്ഥമെന്ന് പറയുന്നത് നന്മയെന്നാണ്. നീ അങ്ങനെ ജീവിക്കുമെന്ന് ഞാൻ കരുതുന്നു. നീ റൈച്ചസ് അളപ്പാത പിന്തുടരുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നീ നല്ലൊരു വ്യക്തിയാകുമെന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈവിൽ സ്പിരിറ്റിന്റെ മുഖം അവൻ ഒടിച്ചു കളഞ്ഞു. പെട്ടെന്ന് കൈ തട്ടി മാറ്റിയിട്ട് അവൻ നേരെ ഓടി രക്ഷപ്പെടാൻ നോക്കി. ഞാൻ രക്ഷപ്പെടണം. ഇവന്റെ ഡീപ്പാള കോൺഷ്യസിലേക്ക് ഞാൻ ചെന്ന് കയറണം. ഇത് ഇവന്റെ ഡീപ്പാള കോൺഷ്യസ് അല്ല, അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ചെല്ലണമെന്ന് പറഞ്ഞ് അവൻ നേരെ മുന്നിലേക്ക് ഓടാനായിട്ട് തുടങ്ങി. കുറച്ച് സമയത്തിന് ശേഷം അത് കംപ്ലീറ്റ്ലി ഇരുട്ടായിട്ട് മാറി. ഭാഗ്യം, അവന്റെ ബോഡി ഞാൻ ടേക്ക് ഓവർ ചെയ്തത് എന്തുകൊണ്ട് നന്നായി. ഇനി സൂക്ഷിച്ച് അവന്റെ യഥാർത്ഥ കോൺഷ്യസിലേക്ക് ഞാൻ ചെല്ലണം. പിന്നെ കണ്ണ് അവൻ കാലെടുത്ത് വെച്ചത് ഒരു പാരഡൈസിലായിരുന്നു. ആ ഒരു ഈവിൾ സ്പിരിറ്റിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയും തെളിഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് അവൻ ചെന്നത്. അതായിരുന്നു അവന്റെ യഥാർത്ഥ ഉൾ. അതുമല്ല, അത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് ഒരു ഡോറും ഉണ്ടായിരുന്നു. ഈ ഒരു സ്ഥലം, ഇതാണോ അവന്റെ ഉള്ളിന്റെ ഉള്ളു? അപ്പോ അവൻ അത്രയും നല്ല. പെട്ടെന്നാണ് ആ ഡോറ് അവൻ ശ്രദ്ധിച്ചത്. അല്ല, ഇതെന്താണ്? ആ ഒരു ഡോറ് സീൽ ചെയ്ത് വെച്ചിരിക്കുവാണല്ലോ. അപ്പോ ഇതിന്റെ ഉള്ളിലായിരിക്കും അവന്റെ യഥാർത്ഥ രൂപമുള്ളത്. പക്ഷെ എന്താണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്? ആ, എന്താണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഉള്ളിലേക്ക് കയറി അവന്റെ ഡീപ്പുള്ള കോൺഷ്യസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക്. പെട്ടെന്ന് അവന്റെ കയ്യിലേക്ക് ഇരുട്ട് പടരാനായിട്ട് തുടങ്ങി. അവന്റെ ശരീരം മുഴുവൻ ഇരുട്ടിൽ കുളിക്കാൻ തുടങ്ങി. എന്താണെന്ന് ഈവിൽ സ്പിരിറ്റിന് പോലും മനസ്സിലാവുന്നില്ല. അവനാട്ടെ ആഴങ്ങളിലേക്ക് മുങ്ങി താഴാൻ തുടങ്ങി. നാശം, അവൻ എന്റെ പവർ തിരിച്ചെടുക്കുകയാണോ? ഇല്ല, അതനുവദിച്ചുവിടില്ല. ഇങ്ങനെ വരാൻ പാടില്ല. പക്ഷേ അപ്പോഴേക്കും അവൻ മുങ്ങി താഴുന്നുണ്ടായിരുന്നു. അവനെ ജീവനോടെ അവൻ ഭക്ഷിക്കുന്നത് പോലെ അവൻ ആഴത്തിലേക്ക് മുങ്ങി താന്നു. നമ്മുടെ ജിയോങ് അഥവാ ചിയോൺമാട്ടെ അവനെ അങ്ങോട്ട് കഴിക്കുകയാണ്. പെട്ടെന്ന് അവൻ കണ്ണു തുറന്നു. അബ്നോർമലുള്ള ഒരു എനർജി അവന്റെ ശരീരത്തിൽ നിന്ന് റിലീസ് ചെയ്യുകയും ചെയ്തു. പെട്ടെന്ന് ആ മന്ത്രവാദി ഒന്ന് ഞെട്ടി. അല്ല, ഇത് ശരിക്കും ഇമ്പോസിബിൾ ആണ്. അതേസമയം ജിയോങ്ങിന്റെ കയ്യിൽ നിന്ന് ഒരു എനർജി നേരെ താഴത്തേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവന്റെ പുറകിൽ ഒരു രൂപം പതുക്കെ രൂപം കൊള്ളാനായിട്ട് തുടങ്ങി. അത് അവന്റെ തലപ്പൊക്കം ഉയരുകയും ചെയ്തു. പിന്നെ നമ്മുടെ ജിയോങ് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ഒരു ഡിമോണിക് മോങ്കിനെയായിരുന്നു. അവനാട്ടെ നമ്മുടെ ജിയോങ്ങിനെ നോക്കി കൈ കൂപ്പുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. ഞാൻ വീണ്ടും പറയുവാണ് ഗൈസ്, ട്രസ്റ്റ് മീ, ഈ സീരീസ് നിങ്ങളെ ഉറപ്പായിട്ട് ഞെട്ടിച്ചിരിക്കും. അതിനുള്ള ടൈം നിങ്ങളൊന്ന് കൊടുത്താൽ മാത്രം മതി. അപ്പൊ എന്തായാലും നാളെ അടുത്ത വീഡിയോയിൽ കാണാം.